2 ദിവസം മുമ്പ് ഈ വിനീതൻ കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകരോടൊപ്പം കർണാടകയിൽ ബാംഗ്ലൂർ പരപ്പന അഗ്രഹാരയിൽ കിടക്കുന്ന ബഹുമാന്യനായ മഅദനി ഉസ്താദിനെ കാണാൻ പോയതാണ്. രാവിലെ അവിടെയെത്തി മണിക്കൂറുകളോളം കാത്തുനിന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കാനകത്ത് കയറിയതാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അതാ കേരളത്തിലെ പ്രകമ്പനം കൊള്ളിപ്പിച്ച പ്രഭാഷകർ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഹുബ്ബി സമുദായത്തെ പഠിപ്പിച്ച പ്രഭാഷകർ, മർദിത പീഡിത ജനവിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടിയ പ്രഭാഷകർ, സൂറത്തിലും മീറത്തിലും ജഗൽപൂരിലും അയോധ്യയിലും ഭിവണ്ടിയിലും വെട്ടിമുറിക്കപ്പെട്ട കബന്ധങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച പ്രഭാഷകർ, 4.5 നൂറ്റാണ്ടുകാലം അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലിത്തകർത്ത് തരിപ്പണമാക്കിയ വർഗീയ പരിവാരങ്ങൾക്കെതിരെ ശക്തിയോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി പ്രഭാഷകർ അദ്ദേഹമിതാ ഞങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചെന്ന് സംസാരിക്കുമ്പോൾ നൂറുകണക്കിന് രോഗവും കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. നൂറുകണക്കിന് രോഗവും കയറിക്കൊണ്ട് ഒരു 50 വയസ്സുകാരനായ മനുഷ്യര് വരുന്നതിനെക്കാട്ടിലും ഇരട്ടിയിലധികം രോഗമുണ്ടോ എന്ന് ജയിലധികൃതർ പോലും പോലീസിന് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അംഗീകരിച്ച രോഗം കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനതാ വീൽചെയറിലിരിക്കുകയാ. എന്റെ സഹോദരങ്ങളെ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രസംഗം നടത്തിയ മഅദനിക്ക് ആവേശത്തോടുകൂടി പ്രസംഗിക്കാൻ കഴിയുന്നില്ല. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടന്ന പാരാവാരം പോലെയുള്ള മനുഷ്യഗണങ്ങളെ നോക്കി പ്രസംഗിച്ച അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരെ പോലും നല്ല രീതിയിൽ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മരുമകനായ കരുനാഗപ്പള്ളി ശാസ്താംകോട്ടയിലെ സുഫിയാൻ എന്ന സഹോദരൻ മുന്നിൽ ചെല്ലുമ്പോ ബഹുമാന്യനായ ഉസ്താദ് ചോദിക്കുന്നു, മോനെ നീ ആരാണ്, മോനെ നീ ആരാണ്? കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പൊന്നുമോൻ പറഞ്ഞു, മാമാ ഞാൻ സുഫിയാനാണ്. ഉസ്താദ് പറഞ്ഞു, മോനെ എനിക്ക് കാണാൻ കഴിയുന്നില്ലടാ, എനിക്കാരെയും മനസ്സിലാക്കാൻ കഴിയുന്നില്ലടാ. അതേ ഷുഗർ കാരണം കണ്ണിലിങ്ങനെ ഷുഗറും പ്രഷറും കൂടിയിട്ട് കണ്ണിലുള്ള രക്തധമനികൾ ഓരോന്ന് പൊട്ടിയിട്ട് കണ്ണിലേക്ക് രക്തമിങ്ങനെ ഇരച്ചു കയറിയിട്ട് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ പോലും കാണാൻ കഴിയുന്നില്ല. ഈ വിനീതൻ ഉൾപ്പെടെ കേരളത്തിലെ പ്രഗത്ഭ പ്രഭാഷകനായ EP അബൂബക്കർ ഖാസിമി ഉൾപ്പെടെ പാച്ചല്ലൂരി സലീം മൗലവി ഉൾപ്പെടെ കുമളി ഹബീബുള്ള ഖാസിമി ഉൾപ്പെടെ EP മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ബിലാൽ എന്ന് പറയുന്ന മഅദനിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുൾപ്പെടെ ഉസ്താദിനോട് കുശലാശേഷണം നടത്തുമ്പോ ഇടയിൽ ഞങ്ങൾ ചോദിച്ചു, ഉസ്താദേ താങ്കളുടെ ശാരീരിക അവസ്ഥ എങ്ങനെയാണ്, താങ്കളുടെ ശരീരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തലവേദന വന്നാൽ പോലും അല്ലാഹുവിനെ പറ്റി പരാതി പറയുന്ന നമ്മൾ അറിയേണ്ടുന്ന പാഠമാണ്. ഞാനൊരിക്കലും മഅദനിക്ക് വേണ്ടി പ്രസംഗിക്കുകയല്ല, മഅദനിയുമായി എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ അനുവാരിശോരിയിൽ പഠിച്ച ആളല്ല, ഞാൻ മഅദനിയുടെ PDPയുമായി ബന്ധമുള്ള ആളല്ല. മഅദനിയുമായി വളരെയേറെ ബന്ധമുള്ള മഅദനിയുടെ തൊട്ടടുത്ത ഖാദിമായ ഷാനവാസ് സബാനിയ സ്റ്റേജിലിരിക്കുന്നത് നിങ്ങൾക്ക് അന്വേഷിക്കാൻ സഹോദരങ്ങളെ. പക്ഷേ നാം അറിയേണ്ടുന്ന വസ്തുത എന്താ? നൂറുകണക്കിന് രോഗവുമായിരിക്കുന്ന മനുഷ്യനാണ്. തൊട്ടുമുന്നിലിരിക്കുന്ന ഒരാളെ നല്ല രീതിയിൽ കാണാൻ പോലും കഴിയാത്ത മനുഷ്യനാണ്. ഒരു കാല് അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് അടുത്ത കാല് പോലും മുറിച്ചു മാറ്റണമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ മനുഷ്യനാണ്. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യനാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പിടയിലിൽ തടവുകയാണ്, നടുവിന് തടവുകയാണ്. തൊട്ടടുത്ത് നിന്ന പൊന്നുമോനോട് പറയുന്ന, മോനെ സുഫിയാനെ, മാമായുടെ കാലൊന്ന് നീ ഞെക്കിത്തരുമോ? സ്വസ്ഥമായൊന്നിരിക്കാൻ പോലും കഴിയുന്നില്ല. എപ്പോഴും ശുശ്രൂഷിക്കാനാണ് കൂടെ ഉണ്ടാകണം. പലപ്പോഴും ബോധരഹിതനായി വീണു പോകുകയാണ്. ഒരുപാട് ജയിലിലിരുന്നു കൊണ്ട് ഒരുപാട് ഖത്തം തീർത്ത മഅദനിക്ക് ഖുർആൻ പോലും ഓതാൻ കഴിയുന്നില്ല, ഖുർആൻ പോലും വായിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം രോഗബാധിതരായിരിക്കുമ്പോ, അത്രത്തോളം സഞ്ചരിക്കുന്നതായ രോഗത്തിന്റെ കലവറയായി അദ്ദേഹം ഇരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഉസ്താദേ താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, രോഗത്തിന്റെ അവസ്ഥ എന്താ? ഈ സമയം അദ്ദേഹം പറഞ്ഞതെന്താ? അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇല്ല മക്കളെ, അസുഖമൊന്നുമില്ല മക്കളെ, എനിക്കൊരു കുഴപ്പവുമില്ല മക്കളെ. മഅദനിയുടെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ടാകാം, മഅദനിയുടെ കണ്ണിന് കാഴ്ച പോയിട്ടുണ്ടാകാം, മഅദനിയുടെ കാല് മുറിച്ചു മാറ്റപ്പെടാനുണ്ടാകാം. എന്നാലും അള്ള എന്റെ ഹൃദയത്തെ നശിപ്പിച്ചിട്ടില്ല, അള്ള എന്റെ ഹൃദയത്തെ ദൗർബല്യത കടന്നു കൂട്ടിയിട്ടില്ല. അള്ള എനിക്ക് ശക്തി തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലാഹുവിനാണ് സർവസ്തുതിയും. വീണ്ടും ഞങ്ങൾ ചോദിച്ചു, ഉസ്താദ് എന്നാലും ശരീരത്തിന്റെ അവസ്ഥ എന്താ? അപ്പോഴാണ് അദ്ദേഹം തന്റെ രോഗത്തെ പറ്റി പറയാൻ തയ്യാറായത്. എന്റെ സഹോദരങ്ങളെ, നാം അറിയുക, അത്രത്തോളം രോഗമനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അല്ലാഹുവിനെ തള്ളിപ്പറഞ്ഞില്ലല്ലോ, ഒരിക്കലും അല്ലാഹുവിനെ കുറ്റം പറഞ്ഞില്ലല്ലോ. ആയിരക്കണക്കിന് പള്ളിയില് പതിനായിരക്കണക്കിന് വിശ്വാസികള് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹു തആല എത്രയും എളുപ്പത്തിൽ അദ്ദേഹത്തിന് മോചനം കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, അദ്ദേഹത്തിന് വേണ്ടി നാം ഉൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുആ ചെയ്യുകയാണ്. ഉംറയ്ക്ക് പോയ സഹോദരങ്ങൾ കഅബാലയത്തിന്റെ കുല്ല പിടിച്ച് ദുആ ചെയ്യുകയാണ്. റൗള സിയാറത്ത് ചെയ്യുന്നവര് അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ദുആയ്ക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യർ ദുആ ചെയ്യുകയാണ്. ഇത്രയേറെ ദുആ ചെയ്തിട്ടും അള്ള എനിക്ക് ജാമ്യം തരുന്നില്ലല്ലോ, അള്ള എന്നെ പുറത്തേക്ക് വിടുന്നില്ലല്ലോ. എന്റെ സഹോദരങ്ങളെ, മഅദനി ഉസ്താദിന് പരാതിയില്ല, മഅദനി ഉസ്താദിന് പരിഭവമില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? മക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടാകും, മോനെ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ദുആ അല്ലാഹു തള്ളിക്കളഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാഹുവിനെ തട്ടിക്കളഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെയോ, നിങ്ങളൊക്കെ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതെനിക്ക് വേണ്ടിയല്ല, എന്റെ പ്രിയപ്പെട്ട പൊന്നുവിന് വേണ്ടിയാണ്. ഞങ്ങൾ എന്താണ് പറയുന്നെന്ന് അറിയാതെ അന്തം വിട്ടു നിൽക്കുമ്പോൾ മഅദനി ഉസ്താദ് പറയുന്നു, നിങ്ങൾക്കറിയുമോ, എന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമുണ്ടല്ലോ, എനിക്ക് ജാമ്യം കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ദിവസമാണ്. ഈ സമയത്ത് എന്നെ കൊണ്ടുപോകാൻ എന്റെ മൂത്ത മകനായ ഉമർ മുഖ്താർ ജയിലിലേക്ക് വരികയാണ്. എന്നാലോ എനിക്ക് ജാമ്യം കിട്ടുന്നില്ല. എന്റെ ജാമ്യാപേക്ഷ ഈ രാജ്യത്തിന്റെ നീതിപീഠം അംഗീകരിക്കുന്നില്ല, അവരത് തള്ളിക്കളയുകയാണ്. എന്റെ പൊന്നുമോൻ വിഷമത്തിലാണ്. ആ സമയത്ത് ഞാൻ എന്റെ പൊന്നുമോനായ ഉമറിനെ പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഉമറേ, ഈ ലോകത്ത് ആര് എന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാലും, ആര് നിന്റെ ദുആക്കളെ തള്ളിക്കളഞ്ഞാലും, ആര് നമ്മൾ കൊടുക്കുന്നതായ അപേക്ഷകൾ തള്ളിക്കളഞ്ഞാലും, എന്റെ പൊന്നുമോനെ, നാളെ ഒരു ദിവസമുണ്ടടാ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരേണ്ട ദിവസമുണ്ടടാ. അവിടെ നീ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുമോ? പൊന്നുമോനെ, നീ ഒരു ഹാഫിളാണടാ, നീ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവനാണ്. നിനക്ക് ജാമ്യം നിൽക്കാൻ അവകാശമുണ്ടടാ, നിനക്ക് എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ അവകാശമുണ്ടടാ. എന്റെ പൊന്നുമോനെ ഉമറേ, നിന്റെ വാപ്പ നിന്നെ ഹാഫിളാക്കിയെങ്കിലും ഈ വാപ്പയ്ക്ക് വേണ്ടി നീ ജാമ്യം നിൽക്കുമോടാ? ഈ വാപ്പയ്ക്ക് വേണ്ടി നീ സാക്ഷി പറയുമോടാ? ബഹുമാന്യനായ മഅദനി ഉസ്താദ് പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുകയാ. അതേ ഉമർ മുഖ്താർ എന്ന ആ പൊന്നുമോൻ കണ്ണീരൊഴുക്കുകയാണ്. സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട വാപ്പായോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ബാംഗ്ലൂർ മടിവാളയിൽ നിന്നും അതാ കേരളത്തിലേക്ക് വോൾവോ ബസ് യാത്ര ചെയ്ത് വരികയാ. എന്നാൽ എന്റെ സഹോദരങ്ങളെ, വഴിയിൽ വെച്ചുകൊണ്ട് ഏതോ കാരണത്താൽ ആ ബസ് ആക്സിഡന്റിൽ പെടുകയാണ്. ആ ബസ് ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. ബസ് ഡ്രൈവർ ആ നിമിഷത്തിൽ തന്നെ പീസായി ചിഹ്നിച്ചു തരുകയാ. ഉമറുൽ മുഖ്താർ എന്ന മഅദനിയുടെ ഹാഫിളായ പൊന്നുമോൻ ഇരുന്ന സീറ്റിന്റെ തൊട്ടടുത്തിരുന്ന മനുഷ്യൻ പോലും ആ നിമിഷത്തിൽ മരണപ്പെടുകയാണ്. എന്നാലോ മഅദനിയുടെ പൊന്നുമോൻ ഉമർ മുഖ്താർ ഉണ്ടല്ലോ, ആ
ഉമർ മുഖ്താറിന്റെ ഒരു രോമത്തിന് പോലും കുറവേൽക്കുന്നില്ല. മഅ്ദനി ഉസ്താദ് പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തെങ്കിൽ, എന്റെ മോചനത്തിന് വേണ്ടി കരഞ്ഞെങ്കിൽ, ഇല്ല മക്കളെ, അല്ലാഹ് തള്ളിക്കളഞ്ഞിട്ടില്ല. അല്ലാഹ് സ്വീകരിച്ചിരിക്കുന്നത് എന്റെ മകന്റെ വിഷയത്തിലാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ മകന് പടച്ച തമ്പുരാൻ ഒരു പോറന് പോലും ഇല്ലാതെ ഒഴിവാക്കി കളഞ്ഞല്ലോ. എന്റെ സഹോദരനെ, ഈ ഒരു ഈമാനാണ് നമുക്കുണ്ടാകേണ്ടത്. സന്തോഷമുണ്ടായാലും സന്താപമുണ്ടായാലും അല്ലാഹുവിലേക്ക് തിരിയണേ, അല്ലാഹുവിനെ സ്തുതിക്കണേ, അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണേ. സത്യവിശ്വാസികളുടെ അടയാളമാണ്.